നമ്മുടെ കീമിന്റെ റിസൾട്ട് ഒക്കെ വന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ എത്തി, പലരുടെയും റാങ്കുകളെല്ലാം കണ്ടു, അവരുടെ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനത്തിലോട്ട് വരികയാണ്. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഏത് കോളേജിൽ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കരുതരുത്, വളരെ സ്ലോയിൽ വളരെ ശ്രദ്ധിച്ച് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്കത് ഏകദേശം ഇപ്പൊ നമ്മുടെ ഉടൻ തന്നെ അതിന്റെ 30-ാം തീയതി തന്നെ അതിന്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആയി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ 2 ദിവസം കൂടെ ഒക്കെ അവർക്ക് എക്സ്ട്രാ തരും. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് എത്തിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്പൺ ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട്. കോളേജൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോളേജുകളെ കുറെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. ഇപ്പൊ എല്ലാ കോളേജും നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കോളേജസും നല്ലതാണ്, ചില കോളേജൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ. നമുക്ക് ഏത് കോളേജാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങളും അത്യാവശ്യം നിങ്ങളുടെ അടുത്തുള്ള കോളേജസുകൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ പോയി നിന്ന് പഠിക്കാൻ പറ്റുന്നത് അതിനെയൊക്കെ ഒന്ന് എഴുതി വെച്ച് പോകേണ്ട കോഴ്സുകളോ കാര്യങ്ങളോ എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് കുറച്ച് 2-3 ദിവസം ഉണ്ടല്ലോ, ഈ സമയം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ഒരു ചെറിയൊരു ഹോംവർക്ക് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള വിൻഡോ ഓപ്പൺ ആവും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ആവും. അപ്പൊ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നമ്മൾ ഓപ്പണായി കയറുക. എന്നിട്ട് ആദ്യം നമുക്ക് അവിടെ ഒരു 3 കാര്യങ്ങളുണ്ടാവും. നമുക്ക് റിസൾട്ട് ബാറിൽ എത്തുമ്പോൾ OTP, നെക്സ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, 3ാമത്തെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ. അങ്ങനെ 3 ലൈനിലായിട്ട് കാര്യങ്ങളുണ്ട്. ഇത് 3 ഇങ്ങനെ പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു OTP ചെന്ന് ഒരു OTP കൂടെ അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP വരും. അവിടെ കയറി നമുക്ക് നമ്മുടെ ഇതിനോട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് എത്താൻ വേണ്ടിയുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് അപ്പൊ അതെല്ലാം സബ്മിറ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് പേയ്മെന്റ് ഓപ്ഷൻ ആണ്. പേയ്മെന്റ് ഓപ്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ 2000 രൂപയാണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത്. അത് ടോക്കൺ എന്നുള്ള രീതിയിൽ കൂടെയാണ് കോളേജിലോട്ട് നമുക്ക് ആക്ച്വലി CEക്കാണ് അത് അയക്കുന്നത് കേട്ടോ. CEക്ക് അയക്കുന്നതാണ് പേയ്മെന്റ് 2000 രൂപ. ഇത് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിൽ കൂടെയാണ് തിരിച്ചു കിട്ടുന്നതും തിരിച്ചു കിട്ടാതിരിക്കുന്നതും. അതൊക്കെ ലാസ്റ്റിലാണ് നമുക്കിത്. ഞാൻ കോളേജിൽ നമ്മൾ ഇതിന് പോയിട്ടേ ഇല്ലെന്ന് വിചാരിക്കും, ഈ കോഴ്സിന് പോയിട്ടില്ല എങ്കിൽ നമ്മളിപ്പോ ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം കാര്യം നിങ്ങൾ നടത്തിയാലും ചിലപ്പോൾ പിള്ളേർ വേണ്ടെന്നൊക്കെ വെക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ചിലർക്ക് ഈ 2000 രൂപ തിരിച്ചു കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാണ്. അതിപ്പോഴേ നമ്മളിപ്പോ പറഞ്ഞ് ചുമ്മാ ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മൾ അങ്ങനെ എന്തായാലും പോകാനാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോഴേ പറയുന്നില്ല. അപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻസുകൾ ഒന്ന് നെറ്റ് ബാങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ കാർഡ് രീതിയിൽ കൂടെ നമുക്ക് പേയ്മെന്റ് നടത്താം. അപ്പൊ ആ 2000 രൂപ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ 2000 രൂപ നിങ്ങൾക്ക് ലാസ്റ്റിൽ നിങ്ങൾക്ക് കോളേജിൽ ഈ 2000 രൂപ കുറച്ച് കൊടുത്ത് ഫീസിനുള്ളിൽ കുറച്ച് തരുകയും ചെയ്യും കേട്ടോ. അതായത് എന്തെങ്കിലുമായിട്ട് അങ്ങ് തീരുക എന്നുള്ളതില്ല കേട്ടോ, തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്താൽ തന്നെ ഈ 2000 rupees ഡിഡക്ട് ചെയ്ത് അടച്ചാൽ മതി എന്നർത്ഥം ഫീസിന്. പേയ്മെന്റ് നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ എത്തുമ്പോൾ പേയ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. അവിടെ നിങ്ങൾ ഈ 2 രീതിയിൽ കൂടെ ഞാൻ പറഞ്ഞ നെറ്റ് ബാങ്കിങ്ങോ കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ ഫീസ് പേ ചെയ്യുക. അപ്പൊ അത് സബ്മിറ്റ് ആയി കഴിയുമ്പോൾ ഇത് പിന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷനിലോട്ട് പോവാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൻഡോയിൽ എത്തുമ്പോൾ അവിടെ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് കോഴ്സസ് ആണ്. കോഴ്സസ് ഉണ്ട്, പിന്നെ നമ്മുടെ കോളേജിന്റെ ടൈപ്പുകളുണ്ട്. കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കോഴ്സുകൾ കേട്ടോ, നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതും ഒക്കെ. നമ്മുടെ മുന്നിൽ കുറച്ച് കോഴ്സുകളേ ഉള്ളൂ, പേര് പറഞ്ഞില്ലേ. നിങ്ങൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കോഴ്സുകളുടെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ ആ കോഴ്സുകളൊന്നും എല്ലാ കോളേജിലൊന്നും കാണത്തില്ല കേട്ടോ. അതൊരു പ്രശ്നമാണ്. നമ്മൾ കേൾക്കുന്ന ഏറ്റവും ടോപ്പ് കോഴ്സുകളെ കുറിച്ചുള്ള പേരുകളാണ് നമ്മുടെ ചുണ്ടിൽ വരുന്നത്. അത് മാത്രമേ ചോദിച്ചു കഴിഞ്ഞാൽ 2, 3, 4, 5 പറയാൻ പറ്റും, കഴിഞ്ഞു. പക്ഷെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കോഴ്സിനെ സെലക്ട് ചെയ്യുന്ന, അപ്പൊ അതെല്ലാം ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, ടൈം എടുക്കണം. ഉടനെ കയറി എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് കുളവാക്കിയിട്ട് പിന്നെ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ സമയമെടുത്ത് പതുക്കെ ചെയ്താൽ മതി. നമുക്ക് 1, 2, 3 ദിവസമൊക്കെ നമുക്ക് ഇതിന്റെ സമയം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോയിൽ എല്ലാം ഒന്ന് പഠിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് എല്ലാം കേട്ടോ പതുക്കെ സ്ലോയിൽ ചെയ്യണം. അപ്പൊ കോഴ്സസ് ഇഷ്ടംപോലെ നോക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. 2 നമുക്ക് കോളേജ് ടൈപ്പുകളുണ്ട്. ഏതൊക്കെ കോളേജ് ടൈപ്പ്? നമുക്ക് എയ്ഡഡ് കോളേജ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, പിന്നെ അല്ലാത്ത ഇതുണ്ടല്ലോ ISRD കോളേജ്, അങ്ങനെ കുറെ കോളേജ് ടൈപ്പുകൾ. അതിനെയൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ആ കോളേജ് ടൈപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും. അപ്പൊ ആ കോളേജസുകൾ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് കിട്ടും. പിന്നെ കോട്ട ടൈപ്പിലുണ്ട്, അത് 3ാമത്തെ. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കും കേട്ടോ.
പിന്നെ ഈ 2000 റുപ്പീസ് മെയിനായിട്ട് ജനറൽ വിഭാഗക്കാർക്കാണ് നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളത് നോക്കിയേക്കണം. അതും അല്ലാതെ എല്ലാവരും കയറി അടയ്ക്കണമെന്നില്ലായിരിക്കാം, അതും നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ടൈപ്പ് എല്ലാം ഒന്ന് കൃത്യമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് എല്ലാം വായിച്ച് നോക്കുക. കോളേജിന്റെ പേരുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടമെങ്കിൽ ആ കോഴ്സസിനുള്ളിൽ CS-നെ സെലക്ട് ചെയ്യാം, ഏത് കോളേജ് ആണെന്നും സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് സെലക്റ്റഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാം, അതിനകത്ത് മാറ്റാം. എല്ലാം ഒന്ന് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഏത് വെക്കണം, സെക്കൻഡ് ഏത് വെക്കണം, തേർഡ് ഏത് വെക്കണം. ഇപ്പൊ നമ്മള് എല്ലാ കോളേജ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ന കോളേജ് ആയിരിക്കണം, ഇന്ന കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതിയെങ്കിൽ എല്ലാ കോളേജും എടുത്തിട്ട് CS എന്ന് മാർക്ക് ചെയ്തിട്ട് പോയേക്കണം കേട്ടോ. എല്ലാ കോളേജും എടുക്കുക, ഓരോ കോളേജ് എടുക്കുക, എന്നിട്ട് CS മാർക്ക് ചെയ്യുക, അടുത്ത കോളേജ് എടുക്കുക, CS. ഇഷ്ടംപോലെ ഓപ്ഷൻസ് കൊടുക്കുക, അല്ലാതെ അതിനൊന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇഷ്ടംപോലെ നിങ്ങൾക്ക് കോളേജുകളെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു കുഴപ്പമില്ല. ഇനി CS-ഉം അല്ലെങ്കിൽ ഈസി വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ CS-നെ ഫസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ ഈസി മതിയെങ്കിൽ CS-നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആ കോളേജ് എടുക്കുക. അപ്പൊ നമ്മളൊരു കോളേജ് നോക്കുക, ഇന്ന കോളേജിലാണ് എനിക്ക് ആദ്യം വേണ്ടത്, അപ്പൊ ആ കോളേജിൽ സെലക്ട് ചെയ്യാം. അവിടുത്തെ CS ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഈസി, അപ്പൊ അത് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത കോളേജ്, ഇങ്ങനെ എത്ര കോളേജും കൊടുക്കുക. ലാസ്റ്റിൽ എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അയ്യോ ഇന്ന കോളേജ് ഇതിനേക്കാളും മറ്റേ നല്ല കോളേജ്, അപ്പൊ നമുക്കൊന്ന് മണ്ടയ്ക്കോട്ട് അതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് ഫൈനലായിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് അതിന്റെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. അത് നിങ്ങൾ ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനൊന്ന് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ അതൊന്ന് സേവ് ചെയ്തിട്ടോ അതിന്റെ PDF എന്തെങ്കിലും അതിന് കോപ്പി എടുത്ത് വെക്കുന്നതും നല്ലതായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ എല്ലാം പടിപടിയായിട്ട് കൃത്യമായിട്ട് വളരെ സ്ലോ ആയിട്ട് വളരെ ശരിയായിട്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ പറ്റിയിട്ട് പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ ധൃതി പിടിച്ച് ചെയ്യേണ്ടതല്ല, വളരെ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇത് കാണുമ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞത് നല്ല കൃത്യമായിട്ട് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം കുഴപ്പമില്ലല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കാണും ഇല്ലയോ, അതെപ്പോഴും കാണും കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ ഡൗട്ട്സുകൾ കാണും. കോമൺ ആയിട്ടുള്ള ഡൗട്ട്സുകളൊന്നും പ്രത്യേകിച്ചില്ലെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പലർക്കും പല ഡൗട്ട്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ പറ്റുന്നെങ്കിൽ ഞാൻ വാട്സപ്പിലൊക്കെ കുറച്ചൊക്കെ ഇട്ട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് അതിന്റെ മറുപടി തരാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ പല ഡൗട്ട്സുകളും വെച്ചുകൊണ്ടുള്ള വീഡിയോയും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാൻ ഉള്ള മനസ്സുണ്ടാവട്ടെ. ആ രീതിയിൽ കൂടെ അങ്ങോട്ട് നിങ്ങൾ ഓപ്ഷൻ റിസർച്ചിലോട്ട് കയറുക. ഇനി നിങ്ങളുടെ ഓരോ വർഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം, മീൻസ് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്, അല്ലാതെ പേരൻസിനെ വിട്ടുകൊടുക്കല്ല. അവർക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാം. അവരെല്ലാ ഫെസിലിറ്റീസ് തരാനേ പറ്റൂ. ചെയ്ത് തീർക്കേണ്ടതും സക്സസ് ആക്കേണ്ടതും നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. നിങ്ങളാണ് ഇതിന് മുന്നിലോട്ട് നിന്ന്, കാരണം ഇതൊരു ഹയർ സ്റ്റഡീസിലോട്ട് കയറിയല്ലോ, ഇനി വീട്ടുകാരെ ഇതിനകത്ത് വലിച്ചിഴക്കരുത്. നിങ്ങളെല്ലാ കാര്യങ്ങളും ഇനി ഇതിന് വേണ്ട ഫർദറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും പല കോളേജുകളും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനോടൊപ്പം തന്നെ ചില പേപ്പറുകളൊക്കെ എടുത്ത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ചില ഓൾറെഡി തന്നെ പല കോളേജസും അഡ്മിഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. സത്യല്ലേ, എല്ലാ മിക്ക കുട്ടികളും അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കോളേജ് പ്രത്യേകിച്ച് നിങ്ങൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ കോളേജുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടേക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ആ കോളേജിനെ ഫസ്റ്റ് പ്രിഫറൻസ് ആക്കി, കാരണം കോളേജിന് എപ്പോഴും അഡ്മിഷൻ തരാൻ പറ്റുന്നത് കീം വഴി അപ്ലൈ ചെയ്തു എന്നുള്ള രീതി കൂടെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് അല്ലാത്തൊരു വലിയ ഫീസ് കൊടുത്തുള്ള മാനേജ്മെന്റ് ഫീസായി പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കീം വഴി തന്നെ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആക്കിയും വെക്കുക കേട്ടോ. മറ്റുള്ള കോളേജസ് വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് മാത്രം മതിയാവും. ഓക്കെ, ഇനിയും ഇച്ചിരിയൊക്കെ എന്താ പറയുക, ഈ ഓരോ കോളേജിനും ഓരോ ഡിമാൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് വെച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള കോളേജുകളൊക്കെ വെച്ചേക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് ഓക്കെ ആണ്, അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെച്ചോ.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അത് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ വേറെ അത് കിട്ടത്തേ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ അവർ മാനേജ്മെന്റ് സീറ്റ് ആയിരിക്കും തരാൻ സാധ്യത. അപ്പൊ എന്തായാലും മറ്റുള്ള കോളേജോട് നിങ്ങൾക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. എത്ര വേണേ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞുറപ്പിച്ച കോളേജ് ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ അതങ്ങ് അവിടോട്ട് തന്നെ ആ വഴി തന്നെ പൊയ്ക്കോളും. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യങ്ങളും ഒക്കെ ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മളുടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിൽ കൂടെ പ്രസന്റ് ചെയ്ത് അതിന്റെ പടിപടിയായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കൂടെ കാണും. അപ്പൊ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് വേണം പോകാൻ. ഒരു കോഴ്സ് കിട്ടിയതുകൊണ്ട് ഒരു കോളേജ് കിട്ടിയതുകൊണ്ടോ മാത്രം ഒന്നും ആയില്ല. അതൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കിടക്കുന്ന സ്റ്റെപ്സുകൾ നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് കയറി എത്തണം. അപ്പുറത്ത് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്, വീട്ടുകാർക്കുള്ള സന്തോഷം നിങ്ങൾ തന്നെ നേടിക്കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.